ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായി ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം യെഹെസ്കേൽ പ്രവചനം 8 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 28-ാം വാക്യം. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഏവർക്കും തുല്യ പ്രാധാന്യമുണ്ട് എന്ന് ഒന്നുകൂടെ ഉറപ്പിക്കുന്നതാണ് ഈ സംഭവം. ഇവിടെ തൻ്റെ മകളുടെ സൗഖ്യത്തിനായി യേശുവിനെ സമീപിക്കുന്ന ഒരു മാതാവിനെയാണ് നാം കാണുന്നത്. അമ്മയുടെ പേര് രേഖപ്പെടുത്തുന്നില്ല. മാത്രമല്ല, ഒരു ദളിത് വർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു അവൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ കനാന്യ സ്ത്രീ എന്ന് പറയുമ്പോൾ, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ സിറഫോനിക്യ ജാതിയിലുള്ള യവന സ്ത്രീ എന്ന് കാണുന്നു. ഈ മാതാവിൻ്റെ ജീവിതത്തിലൂടെ വെളിവാകുന്ന ചില ആത്മീയ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാമെന്നത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, വിവേചനങ്ങളിലും പതറാത്ത വിശ്വാസം. ബാൽ ദേവനെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിൽപ്പെട്ട അന്യജാതിക്കാരിയായ ഒരു സ്ത്രീ ആയിരുന്നു ഈ മാതാവ്. സിറിയയിലെ ഒരു വലിയ തുറമുഖ പട്ടണമായിരുന്നു സൈർ. സിറഫോനിക്യ എന്നത് റോമൻ പ്രവിശ്യയായ സിറിയയുടെ ഭാഗമാകാമെന്നും കരുതുന്നു. സോർ സീദോൻ എന്ന പട്ടണ അതിർത്തിയിൽ വരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഒരു വിജാതീയ ഭവനം സന്ദർശിക്കുവാൻ ഒരു യഹൂദന് അന്ന് അവകാശമുണ്ടായിരുന്നില്ല. എന്നാൽ യേശു ഈ നിയമത്തിന് പുതിയൊരു അർത്ഥം കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ മാതാവും 2 തരത്തിലെ വിവേചനങ്ങൾക്ക് ഉടമയായിരുന്നു. ഒന്ന്, അന്നത്തെ പുരുഷ മേധാവിത്വ ലോകത്തിൽ അവൾ ഒരു സ്ത്രീയായിരുന്നു. 2, അവൾ അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. മാത്രമല്ല, അന്ന് വിജാതീയരെ നായ്ക്കളോട് ഉപമിക്കുമായിരുന്നു. അന്നത്തെ കാലത്തെ യഹൂദന്റെ ഒരു പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: ദൈവമേ, അങ്ങ് എന്നെ ഒരു സ്ത്രീയായോ നായയായോ സൃഷ്ടിക്കാതിരുന്നതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന്. ഇവിടെ ഈ മാതാവും കടന്നു പോകുന്ന സാഹചര്യം വ്യത്യസ്തമായിരുന്നില്ല. എന്നാൽ അവളുടെ ആഗ്രഹം യേശുവിൻ്റെ സാമീപ്യവും അവളുടെ ആവശ്യം തൻ്റെ മകളെ കഠിനമായ ഭൂതോപദ്രവത്തിൽ നിന്നും വിടുവിക്കണമേ എന്നതും ആയിരുന്നു. അതിനാൽ അവൾ വിവേചനങ്ങളിലും പതറാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട്, അവഗണനയിലും പതറാത്ത വിശ്വാസം. താൻ അന്യജാതിക്കാരിയാണെന്നും അതിനാൽ തന്നെ തനിക്ക് നേരെ വിവേചനങ്ങൾ ഏറെയുണ്ടെന്നും അവൾക്കറിയാം. എങ്കിലും പതറാത്ത വിശ്വാസം അവളിൽ പ്രകടമാണ്. എന്നാൽ യേശു ഇവിടെ അവളെ തികച്ചും അവഗണിക്കുകയാണ് ചെയ്യുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന്. അതിന് ആ മാതാവ് ധീരമായി, എളിമയോടെ, തെല്ല് അഹങ്കാരമില്ലാതെ ഇങ്ങനെ പറയുന്നു: അതേ കർത്താവേ, അപ്പം എനിക്ക് വേണ്ട, അത് നീ മക്കൾക്ക് തന്നെ കൊടുക്കുക. എന്നാൽ മേശയിങ്കിൽ നിന്ന് താഴെ വീഴുന്ന, അഥവാ നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഊർന്ന് താഴെ പോകുന്നത് മാത്രം മതി എന്ന് അവൾ പറയുവാനായിട്ട് അവിടെ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മക്കൾക്കുള്ള അനുഗ്രഹം അത് അവർക്ക് തന്നെ നൽകുക. എന്നാൽ അവർക്ക് നൽകുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ശേഷിക്കുന്നത് മാത്രം എനിക്ക് മതി എന്ന് അവൾ ധീരതയോടെ അവിടെ പറയുകയാണ് ചെയ്യുന്നത്. ഈ വിശ്വാസത്തിന് മുന്നിൽ യേശു അവളെ പ്രശംസിക്കുകയും ഭവനത്തിലേക്ക് മടക്കി അയക്കുകയും ചെയ്യുന്നു. എന്നാൽ വെറും കൈയോടെ അല്ല, നിറയെ അനുഗ്രഹങ്ങളുമായി. അതോടൊപ്പം തന്നെ ആ മാതാവിൻ്റെ മകൾക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ ഒരു മനുഷ്യനും ദൈവകൃപ ദൈവം മുടക്കിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് മേശയെങ്കിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ മാത്രം മതി കർത്താവേ എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയണം. അപ്രകാരം അനുഗ്രഹകരമായി ജീവിക്കുവാൻ തമ്പുരാൻ നമ്മെ ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സാധ്യതകളുടെ തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളുടെ മധ്യത്തിൽ മേശയെങ്കിൽ നിന്ന് വീഴുന്ന നുറുക്കിനു മാത്രമേ ഞങ്ങൾക്ക് യോഗ്യതയുള്ളൂ എന്ന് ചിന്തിക്കുവാനും താഴ്മയോടെ ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.